ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ഈ 4 ചോദ്യങ്ങൾ നിങ്ങൾക്ക് A+ നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ ഒരു A+ ലെവലുള്ള 4 ചോദ്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനും കാണുക. എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് എന്താണോ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്റെ പേര് അറിയാത്ത ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് എന്നെ പരിചയപ്പെടുത്തുകയാണ്. ഷാഹിദ് റംസാൻ എന്നാണ് എന്റെ പേര് കേട്ടോ. സോ തുടങ്ങാം മക്കളെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഏറ്റവും ആദ്യത്തെ ചോദ്യം അല്ലെങ്കിൽ ആദ്യത്തെ ചിത്രം ഈ കാണുന്നതാണ്. വളരെ സിമ്പിൾ ആണ്. ചോദ്യം കാണുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് ഏതാ ചാപ്റ്റർ എന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഒരു സർക്കിൾ കണ്ട രണ്ട് ഓപ്ഷൻ നിങ്ങളുടെ ഉള്ളിൽ വരാൻ ചാൻസ് ഉള്ളൂ. ഒന്ന് സർക്കിൾസ് എന്ന് പറയുന്ന വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററും ഒന്ന് സർക്കിൾ മെഷേഴ്സ് അഥവാ വൃത്തങ്ങളുടെ അളവുകൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും അങ്ങനെ തന്നെ എടുത്ത ഒരു വീഡിയോ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഡോണ്ട് വെറി. In the figure, all the vertices of the rectangle ABCD are points on the circle. ഈ കാണുന്ന ചിത്രത്തിൽ ABCD എന്ന് പറയുന്ന ഈ ചതുരത്തിന്റെ എല്ലാ മൂലകളും ഇതാക്കണം ഈ വൃത്തത്തിൽ ഉണ്ട് എന്നാണ് ആദ്യം പറഞ്ഞത്. ഈ കാണുന്ന നീളം 4 സെന്റിമീറ്ററും ഈ കാണുന്ന നീളം 3 സെന്റിമീറ്ററുമാണ് എങ്കിൽ ഒന്നാമത്തെ ചോദ്യം ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. ഈ വൃത്തത്തിന്റെ വ്യാസം കാണാനാണ് മക്കളെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ വ്യാസം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അതായത് വ്യാസം കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പൈതഗോറസ് യൂസ് ചെയ്താൽ മതി. പൈതഗോറസ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഇത് 3 സെന്റിമീറ്റർ ആണ്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് 3ഉം ഇത് 4ഉം ആണെങ്കിൽ ഈസി ആയിട്ട് ഇതിന്റെ ഡയമീറ്റർ കിട്ടും. 5 ആണെന്ന് കിട്ടും. ഇനി അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. BD സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പന്യൂസ് സ്ക്വയർ അല്ലെ, കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്താൽ 16 + 9 25 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു √25 ആണ് BD വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 കിട്ടും. രണ്ടാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ. ഈ കാണുന്ന വൃത്തത്തിന്റെ ചുറ്റളവ്. സർക്കംഫറൻസ് എന്ന പെരിമീറ്റർ ആണ് കേട്ടോ. മാറിപ്പോവരുത് മക്കളെ. ഈ വീഡിയോ കാണുന്ന എല്ലാ കുട്ടികൾക്കും ഉപകാരപ്പെടും. സർക്കംഫറൻസ് എന്ന് പറഞ്ഞാലും പെരിമീറ്റർ എന്ന് പറഞ്ഞാലും സെയിം ആണ്. സോ 2πr ആണ് ഇക്വേഷൻ. 2πr. അതല്ലാതെ മറ്റൊരു ഇക്വേഷനും കൂടി ഉണ്ട്, dπ. കാരണം എന്താ? D എന്ന് പറഞ്ഞാൽ 2 × r ആണ്. 2 തവണ റേഡിയസ് ആണ് D എന്ന് പറഞ്ഞത്. സോ D നമുക്ക് ഓൾറെഡി അറിയാം 5 ആണ്. സോ ദ ആൻസർ ഈസ് 5π cm² ആണ്. CM ആണ്. ഇത്ര എഴുതിയാൽ മതി. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഈ കാണുന്ന ചോദ്യം വളരെ സിമ്പിൾ ആണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ്. പക്ഷെ രസകരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ കാണുന്ന ഐഡിയ ഉള്ള ആളുകൾക്ക് ഈ ഉത്തരം കിട്ടുള്ളൂ. എന്നാൽ അടുത്തൊരു ചോദ്യം നോക്കും മക്കളെ. ഇതൊരു A+ നിർണ്ണയിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പല ആളുകൾക്കും കാണുമ്പോൾ പേടിയായി തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റേഡിയസ് ഓഫ് ദി സർക്കിൾ ഈസ് 10 സെന്റിമീറ്റർ. ഈ കാണുന്ന വൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. ഒന്നാമത്തെ ചോദ്യം വൃത്തത്തിന്റെ പരപ്പളവ് എത്ര? നമുക്കറിയാം സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു π × 10² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 100π cm² ആണ്. ഈ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് മക്കളെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 100π cm² ആണ്. അങ്ങനെയാണെങ്കിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെ ഏരിയ അങ്ങനെ ഈ കാണുന്ന പരപ്പളവാണ് കാണേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ബ്ലാക്ക് കാണുന്ന ഭാഗം കിട്ടണമെങ്കിൽ ഈ സർക്കിളിൽ നിന്നും ഈ സ്ക്വയർ ഒഴിവാക്കണം അല്ലെ. അപ്പൊ സർക്കിളിന്റെ ഏരിയ നമുക്ക് കിട്ടി. അതിൽ നിന്ന് സ്ക്വയറിന്റെ ഏരിയ ഒഴിവാക്കണം. മക്കളെ അറിയാത്ത ആളുകൾ പഠിച്ചു വെച്ചോളൂ. ഒരു സ്ക്വയറിന്റെ ഡയഗണൽ അറിയാമെങ്കിൽ, ഒരു സ്ക്വയറിന്റെ ഡയഗണൽ അഥവാ വികരണം അറിയാമെങ്കിൽ അല്ലെ, ഇത് 10 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സ്ക്വയറിന്റെ സൈഡ് A ആണെങ്കിൽ അതിന്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ A√2 ആണ്. ഒരു സൈഡിന്റെ √2. അപ്പൊ A√2ന്റെ സ്ഥാനത്ത് എത്ര കിട്ടി? 10 കിട്ടിയെങ്കിൽ A എന്ന് പറഞ്ഞാൽ 10/√2 ആണ്. ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10/√2 ആണ്. അപ്പൊ ഇതിന്റെ ഒരു സൈഡ് കിട്ടി, സ്ക്വയറിന്റെ ഒരു സൈഡ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഇസ് ഈക്വൽ ടു 10/√2 × 10/√2. അതാണ് ഇതിന്റെ പരപ്പളവ്. 10/√2 × 10/√2 10 × 10 100 ആണ്. 100/√2 × 2 പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. √2² അപ്പൊ 50 cm² കിട്ടും. അപ്പൊ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 cm² ആണ്. ഈ സർക്കിളിന്റെ മുഴുവൻ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100π ആണ്. സോ ഈ ഷെയ്ഡ് ചെയ്തിരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ആ 100πയിൽ നിന്ന് മൈനസ് ആ 50 അങ്ങ് കുറയ്ക്കുക. 50 കുറയ്ക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു വേണേ 100π നമുക്ക് 100 × 3.14 എന്ന് എഴുതാം. മൈനസ് 50. 100.314 314 ആണ്. ആ പോയിന്റ് ഒഴിവാകും 50. അപ്പൊ ഈ കാണുന്ന ആൻസർ എത്ര നിങ്ങൾ എന്താക്കണം? കമന്റ് ചെയ്യണം. കമന്റ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് കൂടി നിങ്ങൾ എന്താക്കണം? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. നല്ല രസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ. ഈ കാണുന്ന ടോപ്പിക്കിലെ മൂന്നാമത്തെ ചോദ്യം സിമ്പിളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം AC = BD ആണെന്ന് നിങ്ങൾക്ക് അറിയാം. പ്രൂവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ AB വലിയ വൃത്തത്തിന്റെ വ്യാസമാണ്. AB എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ സർക്കിളിന്റെ റേഡിയസ് ആണ്. AB എന്ന് പറയുന്നത് വലിയ സർക്കിളിന്റെ എന്താണ്? വ്യാസം, ഡയമീറ്റർ ആണ്. CD ചെറിയ വൃത്തത്തിന്റെ, CD എന്ന് പറഞ്ഞാൽ ചെറിയ സർക്കിളിന്റെ ആണ്.
ഡി ബി ഈക്വൽ ടു 1 സെന്റിമീറ്റർ ആണ്. ഈ കാണുന്ന ഈ നീളം 1 ആണ്. സി ഡി ഈക്വൽ ടു ഡി എന്നെടുത്താൽ സി ഡിയുടെ ഈ മുഴുവൻ നീളം ഡി എന്നെടുത്താൽ ചെറിയ വൃത്തത്തിന്റെ ചുറ്റളവ് എത്ര? ചെറിയ വൃത്തത്തിന്റെ ചുറ്റളവ് പെരിമീറ്റർ ആണ്. സോ നമുക്കറിയാം ഇതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ പൈ ഡി ആണ് അല്ലെ. പൈ ഡി അല്ലെ 2πr ഓർ 2πr. ഇത് ഡയമീറ്റർ എന്ന് പറഞ്ഞത് ഡി ആണ്. സോ പൈ ഇൻറ്റു ഡി ആണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, പൈ ഡി. രണ്ടാമത് സി ഡി ഈക്വൽ ടു ഡി എന്നെടുത്താൽ വലിയ വൃത്തത്തിന്റെ വ്യാസം എന്താണ് ചോദ്യം. മക്കളെ സി ഡി എന്ന് പറഞ്ഞത് എത്രയാണ്? ഡി ആണ്. നമുക്കറിയാം ഈ കാണുന്ന നീളം 1 ആണെങ്കിൽ ഈ കാണുന്ന നീളം എന്താണ്? 1 ആണ്. സോ അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്, സോ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ ഡയമീറ്റർ അഥവാ വ്യാസം എന്ന് പറയുന്നത്, ഡയമീറ്റർ അഥവാ വ്യാസം, ഡയമീറ്റർ ഈസ് ഈക്വൽ ടു വ്യാസം എന്ന് ആ മൊത്തം നീളം ഡി ആണ്, അതിനോട് 2 കൂട്ടണം, ഡി പ്ലസ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിലുള്ളൂ ആ കാണുന്ന വലിയ വൃത്തത്തിന്റെ ചുറ്റളവ് പെരിമീറ്റർ എത്ര? വ്യാസം ഇൻറ്റു അഥവാ ഡയമീറ്റർ ഇൻറ്റു പൈ ആണ്. ഇതാണ് രണ്ടാമത്തെ വൃത്തത്തിന്റെ ചുറ്റളവ് പെരിമീറ്റർ. ഓക്കെ, ചുറ്റളവ് കേട്ടോ. വ്യാസം എന്താണ്? ഡി പ്ലസ് 2 ഇൻറ്റു പൈ. അപ്പോൾ ആദ്യം വ്യാസം ഡയമീറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി പ്ലസ് 2 ആണ്. ചുറ്റളവ് പറഞ്ഞാൽ ഡി പ്ലസ് 2 ഇൻറ്റു പൈ ആണ്. ഡയമീറ്റർ കിട്ടിയാൽ അപ്പോൾ വ്യാസം കിട്ടിയാൽ ഇൻറ്റു പൈ ചെയ്താൽ മതി. അത് രണ്ട് വൃത്തങ്ങളുടെ ചുറ്റളവ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വലിയതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വ്യത്യാസം. വലുത് എത്രയാണ്? ഡി പ്ലസ് 2 ഇൻറ്റു പൈ മൈനസ് ഡി പൈ അല്ലെങ്കിൽ പൈ ഡി. ഇത് നമുക്കൊന്ന് ഡി പ്ലസ് 2 ഇൻറ്റു പൈ, മക്കളെ ഡി പ്ലസ് 2 ഇൻറ്റു പൈനെ വേണമെങ്കിൽ നമുക്ക് എന്താക്കാം, ഒന്ന് ചെറുതാക്കി എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഡി പ്ലസ് 2 പൈ ആണ്. പൈ ഡി പ്ലസ് 2 പൈ ഒന്ന് വൃത്തിയിൽ എഴുതുകയാണെങ്കിൽ ഡി പ്ലസ് 2 ഇൻറ്റു പൈനെ നമുക്ക് എന്താക്കാം, പൈ ഡി പ്ലസ് 2 പൈ എന്ന് എഴുതാം. അപ്പോൾ അത് നമ്മളെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പൈ ഡി പ്ലസ് 2 പൈ. അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഫസ്റ്റ് കിട്ടിയ കുറയ്ക്കുക, പൈ ഡി. പൈ ഡി പറ്റിയ ഉത്തരം എത്രയായി? 2 പൈ. ഈ കാണുന്ന ചോദ്യമൊക്കെ നിങ്ങൾ ഇപ്പൊ കണ്ടത് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, മനസ്സിലായി. പക്ഷെ ഇത് നിങ്ങൾ കാണാതെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ ഞെട്ടും, വെറുതെ ഞെട്ടും. പക്ഷേ ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ ചോദ്യങ്ങൾ വന്നാൽ ചിന്തിക്കാനുള്ളൊരു ബുദ്ധി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത്. മക്കളെ ഈ വീഡിയോയുടെ ഫീഡ്ബാക്ക് നിങ്ങൾ മസ്റ്റായിട്ട് രേഖപ്പെടുത്തുക. ഒറ്റ ചോദ്യം കൂടി ഈ A+ നിർണ്ണയിക്കുന്ന ഈ ടോപ്പിക്കിലുണ്ട്, അത് നിങ്ങൾ മിസ്സാക്കാതെ കാണണം. ആ കാണുന്നതാണ് ഈ ചോദ്യം. ചോദ്യം ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സന്തോഷമാണ് കാണുമ്പോൾ കേൾക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലൈവിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയും കൂടി ചെയ്യാണ്. ഒരു വൃത്തത്തിലെ കേന്ദ്രകോൺ, ഒരു സർക്കിളിലെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 40 ഡിഗ്രി. ഒരു സർക്കിളിൽ ഏതോ ഒരു സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 40 ഡിഗ്രി. 40 ഡിഗ്രി ആയ ചാപത്തിന്റെ നീളം, ഈ നീളം 8 പൈ ആണ്. 8 പൈ. ഇതേ വൃത്തത്തിലെ കേന്ദ്രകോൺ 100 ഡിഗ്രി ആയ ചാപത്തിന്റെ നീളം എത്രയാണ്? ഞാൻ ഒരുപാട് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. 100 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ ആർക്ക് ലെങ്ത് എത്രയാണ്? മക്കളെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ സെൻട്രൽ ആംഗിൾ മാറുന്നതിനനുസരിച്ചാണ് ഇതിന്റെ ഇത് മാറുക. സോ സെൻട്രൽ ആംഗിളിന്റെ റേഷ്യോ എന്നാൽ 40/100 ആണ്. ഈക്വൽ ടു ഇതിന്റെ 8 പൈ ബൈ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വെട്ടാനൊക്കെ വെട്ടാം. 4 ഇതിനെ വെട്ടാം, 4 10 വെട്ടാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ 4 10 4 0 വെട്ടി. അപ്പൊ 4x ഈസ് ഈക്വൽ ടു 10 × 8 80 പൈ ആണ്. 80 പൈ. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എത്ര? 80 പൈ ബൈ 4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 പൈ ആണ് കേട്ടോ. 20 പൈ. ഇത് മൊത്തം 8 പൈ ആണെങ്കിൽ ഈ കാണുന്ന മുഴുവൻ നീളം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 പൈ ആണ്. എങ്ങനെ ആൻസർ കിട്ടിയത്? ഈ കാണുന്ന സെൻട്രൽ ആംഗിൾ ഏത് അംശബന്ധത്തിലാണോ അഥവാ ഏത് റേഷ്യോയിലാണോ മാറുന്നത് ആ സെയിം റേഷ്യോയിലായിരിക്കും ഇത് മാറുക. 8 പൈ ബൈ എക്സ് ആണ്. അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? എക്സ് ഇൻറ്റു 4x ഈക്വൽ ടു 10 × 8 പൈ. അങ്ങനെ നമ്മൾ അതിന് എക്സ് കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 പൈ ആണ്. അപ്പോൾ ഇവിടെ 20 പൈ എഴുതിയാൽ രണ്ടും സെയിം ആയിരിക്കും. പൈയും വെട്ടി 8/20 എന്ന് പറഞ്ഞാൽ എത്ര? 4/5. 4/10 പറഞ്ഞാൽ എത്ര? 40/100 എന്ന് പറഞ്ഞാൽ എത്ര? 4/5. സെയിം ആണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കിയാൽ മക്കളെ, വൃത്തത്തിന്റെ ചുറ്റളവ് എന്താണ്? വൃത്തത്തിന്റെ ചുറ്റളവ് ഇത് മൊത്തത്തിലാണ്. ഇത് മൊത്തത്തിലാണ്. അപ്പൊ നമുക്കറിയാം 40 ഡിഗ്രി ആണെങ്കിൽ 40 ഡിഗ്രി ഇൻറ്റു 9 ആണ് 360 ഡിഗ്രി. അപ്പൊ 40 ഡിഗ്രീന്റെ ഉത്തരം എത്ര? 8 പൈ ആണ്. 40 ഡിഗ്രിന്റെ ഉത്തരം എത്രയാണ്? 8 പൈ ആണ്. സോ 8 പൈ ഇൻറ്റു 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 72 പൈ ആയിരിക്കും അതിന്റെ ചുറ്റളവ് ഉണ്ടാവുക. ഒരു A+ ടൈപ്പ് ലോജിക് ആണ്. ഓക്കെ, സെൻട്രൽ ആംഗിൾ വെച്ചിട്ട് നമുക്ക് എന്താക്കാം? മുഴുവൻ കാണാം. അപ്പോൾ 360ന്റെ 40 ഭാഗം മാത്രമാണ് 8 പൈ. അപ്പൊ 360നെ കിട്ടാൻ 40 × 9 ചെയ്താൽ 360. അപ്പൊ നമ്മൾ 40ന്റെ 8 പൈ ആണെങ്കിൽ 8 പൈ × 9 ചെയ്താൽ എന്തായി? ആൻസർ ആയി. സെറ്റ് അല്ലേ മക്കളെ? നല്ല രസമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ക്വസ്റ്റ്യൻ, വൃത്തത്തിന്റെ പരപ്പളവ് ഏരിയ എത്രയാണ്? വൃത്തത്തിന്റെ പരപ്പളവ് കിട്ടണമെങ്കിൽ നമുക്കറിയാം 2πr. 6 കിട്ടണം അല്ലെ? πr² ആണ്. πr² ആണ്, പക്ഷെ 6 അറിയില്ല. പക്ഷെ ഒരു കാര്യം തന്നിട്ടുണ്ട്, എക്സ് ഇതിന്റെ മൊത്തം ചുറ്റളവ് 2πr ഈസ് ഈക്വൽ ടു 72 പൈ. 2πr ഈസ് ഈക്വൽ ടു 72 പൈ ആണ്. അപ്പൊ രണ്ട് ഭാഗത്തും പൈ ഉണ്ടായി വെട്ടാം, പയ്യും വെട്ടാം.
അപ്പോൾ 2r = 72 ആണെങ്കിൽ r = 72/2 ദാറ്റ് ഈസ് = 36 എങ്കിൽ ഈ കാണുന്ന ഈ ചോദ്യത്തിന്റെ ഉത്തരം എത്ര നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ ഈ കാണുന്ന A+ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യുക. ഇനി വീഡിയോസുകൾ വേണമെങ്കിൽ അതും പറയാം. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന കമന്റുകളാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തരുന്നത്. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇതുപോലെ വീഡിയോകൾ നമുക്ക് വീണ്ടും കാണേണ്ടതുണ്ട്. ബൈ.